ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ. ലോക്കലോ എസ്റ്റിഡിയോ? എസ്റ്റിഡി. ഹലോ ഒരാളി, ഞാൻ മുത്തുവാണ്. ആ, ഇവിടെ വെളുപ്പിനെത്തി. ഉടനെ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. എന്തു വന്നാലും ഞങ്ങൾ അവനെ പൊക്കിക്കൊണ്ട് വരൂ. ഓക്കെ? ബെന്നി, 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 മുതലാളി പറഞ്ഞു വിട്ടതാ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. എന്താണ് ഇത്? കൈയെടുക്ക്. മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് ഇനി ആളെ പണിക്ക് ഞാനില്ലെന്ന്. ശരി, വേണ്ട. മുതലാളിയെ വന്നു കണ്ടിട്ട് പോയിക്കൂടെ? എന്തിനാ? 5 കൊല്ലത്തെ ശിക്ഷയ്ക്ക് നന്ദി പറയണം. ബെന്നി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ കേസ് നിന്നെ ഊരാൻ മുതലാളി മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷെ പോലീസിന്റെ സൈഡ് സ്ട്രോങ് ആയതുകൊണ്ട് ഒത്തുചൊല്ലു. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഉണ്ണിത്താൻ മുതലാളിയെ നിനക്ക് ശരിക്കും അറിയാലോ. കൈയെടുക്കടാ. ഈ ടാക്സി സ്റ്റാൻഡ് എവിടെയാ? ആ സൈഡില്. സൈതാലിക്കല വണ്ടി എവിടെ? സൈതാലിക്ക് ഓട്ടം പോയേക്കാണ്. എവിടെ പോവാനാ? വരുമ്പോ ബെന്നി വന്ന് അന്വേഷിച്ചെന്ന് പറയണം. ലോങ് ഓട്ടാണ് പോയേക്കണത്. വരുമ്പോ വൈകും. വന്നാ തന്നെ ഇനി സ്റ്റാൻഡിലോട്ട് വരുമെന്ന് തോന്നണില്ല. വീട്ടിൽ കാണും. ഏതായി പാർട്ടി? നമ്മുടെ ഉണ്ണിത്ത മുതലാളില്ലേ, അയാളുടെ ആളാ. ജയിലിലാണെന്നാ കേട്ടത്. ഇതിപ്പോ വിട്ടതാണോ ചാടിയതാണോന്ന് ഭഗവാൻ അറിയാം. എനിക്കപ്പോഴേ അറിയാം അവൻ വരില്ല എന്ന്. തന്ത്രപരമായി വേണം അവനെ കെണിയിലാക്കാൻ. എന്നാലേ നമ്മളെ വെട്ടി ചവം കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. 1ഉം 2ഉം അല്ല, 8 ലക്ഷത്തിന്റെ ചരക്ക. അല്ല, ബലപ്രയോഗം നടത്തി ബെന്നിയെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് മുതലാളി പറഞ്ഞുകൊണ്ട് മാത്രമാ. സൂത്രത്തിൽ അവനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പൊക്കുന്നതും നമ്മൾ അവനെ മുക്കുന്നതും ഒരുമിച്ചായിരിക്കണം. അവന്റെ ശവം പോലും പിന്നെ ആരും കാണരുത്. മുതലാളി, ഇവർ അയാളെ കൊന്നുവന്ന ആ ശവം മറവി ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, ഒത്തിരി മുമ്പിന്ന് പോയി അവനെ ഫോളോ ചെയ്യാൻ നോക്ക്. ആദ്യം അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലേ ഫോളോ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ദൈവമേ, ആദ്യം അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഫൂൾസ്. ആ, ഒരു കാര്യം തീർച്ച, ഇവിടെ എത്തിയാൽ അവൻ സൈതാലിയെ കാണാതെ പോവില്ല. പെണ്ണും പെടുക്കുകയും ഒക്കെ ആയ പിന്നെ ഉണ്ണിത്താൻ മുതലാളുടെ ഓട്ടം നമ്മൾ വേണ്ടാന്ന് വെച്ച് പോലീസിനെ പേടിച്ച് കള്ളച്ചർക്കും കൊണ്ട് ഓടിയിട്ട് അർഷസിന്റെ സുക്കട് മെച്ചം. ഉറുപ്പെത്ര ഉണ്ടായിട്ടെന്താ? ആസ്പത്രി കൊടുക്കാനേ നേരമുള്ളൂ. അല്ല, കസ്റ്റഡിയിലാവുമ്പോ എന്റെ അടുത്ത് എത്ര ഉറുപ്പേന്റെ ചരക്കുണ്ടായിരുന്നു? പോലീസിനാണെങ്കിൽ 2 ലക്ഷം, ഉണ്ണിത്താന്റെ കണക്കിലാണെങ്കിൽ 10. ബാക്കി 8 ലക്ഷത്തിന്റെ മുതല് നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ. നിനക്കറിയോ, ഇവിടെ വന്ന് നമ്മളെ കുറെ ക്രോസിസ്ഥാനം ചെയ്ത്. സത്യം പറ, നീ എവിടെയാ അമുക്കിയേ? ബാക്കി 8 പോലീസുകാരെ നമുക്കിതാ. പഠിച്ചോനെ, അത് കൊള്ളാലോ. അപ്പോഴേ വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി ചോറിട്ട് കൊടുക്കുന്നു. മതി. എന്തേ, ജയിലിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും കുടമ്പുളിട്ട് വെച്ച മത്തിയാ.
ഞാൻ എഴുന്നേക്കട്ടെ. എന്താണ്ടത് ജയിലിൽ പോയതോട് നിനക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. ആളൊരു പാവാ. അല്ല, ഇനിയിപ്പോ എന്താണ് എന്റെ അടുത്ത പരിപാടി? ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വിടണം. എങ്ങോട്ട്? എങ്ങോട്ടൊന്നുമില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താൻ്റെ അടുത്ത് തന്നെ ചെന്നപ്പെടും. വേണ്ട, ഓണം എങ്ങോട്ടെങ്കിലും. ഒരു കണക്കിന് അതാ നല്ലത്. മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെ, ഇത് നിന്ന് പിടിക്ക്. ഓ. ഞാൻ പോയി പായ എടുത്തോണ്ട് വരാം. സാധാരണ ഇന്ന് നേരത്ത് കിടന്നുറങ്ങണം. നിനക്ക് എന്താ ഇന്ന് പെരുന്നാളാവോ? കിടന്നുറങ്ങിക്കോ. മോനെ ഞാനൊന്ന് എടുത്തോട്ടെ സേവലിക്ക. എന്താ എന്റെ പേര്? മമ്മൂട്ടി. ഇങ്ങനെ കിടന്നോളി. അങ്ങനെ തരും. കരയല്ലേ കരയല്ലേ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. വീഡിയോ ഉള്ളൂ. ഇത് തന്നെ ഓളെ കണ്ണിട്ട് ചൊളിപ്പിച്ചാണ് ഞാനിവിടെ. ഞാൻ വലിയ നിർത്തി. നേരോ? ആ, പറച്ചോനെ, നമ്മൾ എന്താണ് കേൾക്കണത്? സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് നന്നായി. കുറെ ദുശീലങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. വീട് വഴി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും ഉപയോഗിക്കരുതിന് കുറെ നാള്. അതുപോട്ടെ, ഇനി ഇങ്ങനെ ഒറ്റാന്തരായിട്ട് നടക്കാനാണോ വിചാരം? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. കൊതിച്ചത് കിട്ടൂല. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അതെ, വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഉത്തരവുകൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെറും പാവാ. എന്നാ നീ കിടന്നു. അപ്പൊ ഗുഡ് നൈറ്റ്.